ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേഡിലേക്ക് സ്വാഗതം. നമുക്ക് ഈ എണ്ണ കുറച്ച് ഇങ്ങനെ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാൻ നോക്കാം. അപ്പം നമ്മൾ ചിക്കൻ 200 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി കട്ടാക്കി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയിൽ ഒരു ജാറിലിട്ട് നന്നായിട്ടും പേസ്റ്റാക്കി എടുത്തുണ്ട്. നല്ല പേസ്റ്റ് ആക്കിയിട്ടില്ല. അപ്പം നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂർ ഇത് വെയിറ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക്. അപ്പോൾ തൈര് ഒഴിക്കണത് എന്തിനെന്ന് വെച്ചാൽ, തൈര് ഒഴിക്കുമ്പോൾ തന്നെ ചിക്കൻ ഒന്ന് വേഗം ഇരുന്ന്, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ തൈരും മുളകും എല്ലാം ഒന്ന്, ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊരു വാഴയിലയിലോട്ട് പൊതിയാം. ഞാൻ വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം. നന്നായിട്ട് ഒന്ന് വാഴവള്ളി വെച്ച് തന്നെ നമുക്കൊന്ന് കെട്ടിയെടുക്കാം. നമുക്ക് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കാം. വെച്ചിട്ട് നമുക്കിത് അടുപ്പൊന്ന് കത്തിച്ച് കൊടുക്കാം. ഇത് നമുക്ക് അടുപ്പത്തോട്ട് പിന്നെ ചിക്കൻ മസാല പുരട്ടി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കത് ഇട്ട് വെച്ച് കൊടുക്കാം. അടച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പം നമുക്ക് വാഴയില ഇല്ലെങ്കിൽ ഒരു പാത്രത്തിലാക്കി ഇഡ്ഡലി കുട്ടത്തിനകത്ത് വെച്ചാലും മതി, വേവിച്ചെടുക്കാം. വാഴയില തന്നെ വേണമെന്നില്ല. വാഴയിലയാണെങ്കിൽ നല്ല മണം ഉണ്ടാവും, അതിനാണ് വാഴയില വയ്ക്കുന്നത്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 15 മിനിറ്റാണ് നമ്മളിതിൽ വെച്ച് വേവിച്ചത്. അപ്പം നമുക്കത് സ്റ്റൗ ഒന്ന് ഓഫാക്കാം. അതിന് മുമ്പേ തന്നെ നല്ല മണം വരണുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് അല്പം ഒരു 2 മിനിറ്റ് ഒന്ന് തണുത്തോട്ടെ. എന്നിട്ട് നമുക്കിത് എടുക്കാം. നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അഴിച്ച് വയ്ക്കാം. നമ്മുടെ ചിക്കൻ നല്ല വെന്ത്, നല്ല പാകത്തിന് വെന്ത് ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ഇതിനി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കും. എല്ലാ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ നല്ല മണം വരുന്നുണ്ട്. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ ആകെ ഞാൻ ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതായത് ഈ എണ്ണ ഇങ്ങനെ മുങ്ങി പൊരിക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഈ തൈര് എല്ലാം പുരട്ടി വെക്കുമ്പോൾ തന്നെ ഒരു വേവങ്ങ് ഈ ചിക്കൻ വേവും. പിന്നെ അരമണിക്കൂർ നമ്മളിത് വെയിറ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുത്തു. അപ്പം എല്ലാം കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ നമുക്ക് കഴിക്കാം. ഇത് ചെറിയ തീയിലൊന്ന് മുരിഞ്ഞെടുക്കണം. അത്ര ഇല്ല, ഒന്നുകൂടെ ഒന്നായിട്ട് തിരിച്ചിടാം.
നമ്മുടെ ചിക്കൻ നല്ല നല്ല മണമുണ്ട്, തിന്നാൻ കൊതി ആടിയായിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാന്നേ ഉള്ളൂ. ഞാൻ സ്റ്റൗ ഓഫാക്കുകയാണ്. നമുക്ക് പ്ലേറ്റിലോട്ട് ഇടാം. എണ്ണയുടെ ആവശ്യമേ ഇല്ല, ഒരു ശകല എണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ആ എണ്ണ ഇതിൽ ബാക്കി തന്നെയുണ്ട്. അപ്പം നമ്മൾ ആകെ ഇത്ര എണ്ണ തന്നെ ഒഴിച്ചിട്ടുള്ളായിരുന്നു, ആ എണ്ണ ഇതിൽ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് ഇതിങ്ങനെ തയ്യാറാക്കി ആവിയിൽ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ശകല എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ആക്കി നന്നായിട്ട് മുറിച്ചെടുക്കാം. ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.